പ്രകൃതി, ദൈവം, ജീവിതം ശ്രീനാരായണ ഗുരുവിൽ എന്നതാണ് എൻ്റെ ടൈറ്റിൽ. വലിയ ആമുഖങ്ങൾ അതിന് ആവശ്യമില്ലെങ്കിലും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന അന്തർദേശീയ ശ്രീനാരായണ പഠന കേന്ദ്രം അത് കേരള സർവകലാശാലയുടെ ഒരു പഠന കേന്ദ്രമാണ്. പ്രൊഫസർ MK സാനു ശ്രീനാരായണ ഗുരുസ്വാമി എന്ന ജീവചരിത്രം എഴുതുകയും ഗുരുവിനെപ്പറ്റി ധാരാളമായി സംസാരിക്കുകയും ചെയ്തിട്ടുള്ള സാനു മാസ്റ്ററാണ് സർവകലാശാലയ്ക്കു വേണ്ടി 40-45 കൊല്ലം മുമ്പ് ആ സ്ഥാപനത്തെ രൂപപ്പെടുത്തിയത്. പിന്നീട് T. ഭാസ്കരൻ സാർ, ഗുരുവിൻ്റെ കൃതികൾക്ക് ഭാസ്കരൻ മാഷ് എഴുതിയിട്ടുള്ള വ്യാഖ്യാനം നാം ഒരു റഫറൻസ് ടെക്സ്റ്റ് പോലെ ഉപയോഗിക്കുന്നതാണ്. ശിവഗിരിയും മതവും, ശ്രീനാരായണ ഗുരുവും മതേതര ദർശനവും, അങ്ങനെ അസംഖ്യം കൃതികൾ എഴുതിയിട്ടുള്ള ഭാസ്കരൻ സാറാണ് പിന്നീട് വളരെക്കാലം ആ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. അതിൻ്റെ ഏറ്റവും പുതിയ രൂപത്തിൻ്റെ ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ മാത്രമാണ്. കേരള സർക്കാരിന് വിപുലമായ മറ്റൊരു സാംസ്കാരിക സ്ഥാപനമുണ്ട്. കേരള സർവകലാശാലയുടെ ആ സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അത് ഗുരു എനിക്ക് തന്ന അനുഗ്രഹമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഒന്ന്, സാനുമാഷിനെ പോലെ, ഭാസ്കരൻ മാഷിനെ പോലെയുള്ള വലിയ ആളുകൾ ഇരുന്ന കസേരയുടെ തുഞ്ചത്ത് അതിൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്നു എന്നുള്ള മഹത്തായ ഒരു അവസരം. രണ്ടാമത്തേതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഗുരുപ്രസാദ സ്വാമികളും സച്ചിദാനന്ദ സ്വാമിയും ക്ഷണിച്ചിട്ട് 3-4 കൊല്ലം മുമ്പ് ഇതുപോലൊരു പരിഷത്തിൽ ഞാൻ വന്നിരുന്നു. അന്ന് ഞാനിവിടെ കുറച്ചൊരു വരണ്ട അക്കാഡമിക് പേപ്പറാണ് അവതരിപ്പിച്ചത്. വരണ്ടത് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഇൻ്റർനാഷണൽ സെമിനാറുകളിലോ നാഷണൽ സെമിനാറുകളിലോ ഒക്കെ അവതരിപ്പിക്കുന്ന, സുനിൽ സാറിനൊക്കെ അറിയാം, നമ്മൾ അക്കാഡമിക്കായി അവതരിപ്പിക്കുന്ന പ്രബന്ധങ്ങളുടെ ഒരു വരൾച്ചയുണ്ട്. നാം അതിലൊരുപാട് കീവേഡ്സ് ഉപയോഗിക്കും, അതിലൊരുപാട് തിയറി ഉപയോഗിക്കും, ഒരുപാട് ഡിസ്കോഴ്സ് ഉപയോഗിക്കും, ഡിസ്കോഴ്സ് അനാലിസിസ് ഉപയോഗിക്കും. ഒരു വാക്കിനെ നാം എങ്ങനെ നിർവചിക്കുന്നു, ഒരു പുതിയ വാക്ക് നാം എങ്ങനെ പരിചയപ്പെടുത്തുന്നു. ഉദാഹരണമായി പോസ്റ്റ് മോഡേണിറ്റി എന്ന വാക്ക് 1950 ടോയിൻബി കുറച്ചൊന്ന് ശക്തമായി അവതരിപ്പിച്ചതുപോലെ ഗുരുവുമായി ബന്ധപ്പെട്ട് ഒരു പ്രയോഗം നടത്തുകയായിരുന്നു ആ 4 കൊല്ലം മുമ്പുള്ള സെമിനാറിൽ ഞാൻ ചെയ്തത്. അത് ശ്രീനാരായണോളജി എന്ന വാക്കാണ്. ഗുരുവിൻ്റെ ജീവിതത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വിജ്ഞാന ശാഖ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുമോ? ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് അത് ആദ്യത്തെ സംരംഭമായിരുന്നെങ്കിലും ആ നിലയിലുള്ള വിജ്ഞാന പ്രക്രിയകൾ ലോകത്തിൽ അതിനു മുൻപ് തന്നെ ഉണ്ട്. ഉദാഹരണമായി ജീസസിനെ കുറിച്ച്, ജീസസിൻ്റെ മാതാവായിട്ടുള്ള മേരിയെക്കുറിച്ച് ഒരു പ്രത്യേക വിജ്ഞാന ശാഖ തന്നെയുണ്ട്, മേരിയോളജി, മേരി വിജ്ഞാനം എന്ന് പറയും. അപ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നും, മറിയയെ പറ്റിയിട്ട് എന്ത് വിജ്ഞാന മേഖലയാണ്? കേരളത്തിൽ ഉള്ള അത്തരം ബുദ്ധിജീവികളുടെ സംശയം തീർത്തു കൊടുത്തത് KP അപ്പനാണ്. നമുക്കറിയാം, അപ്പൻ സാധാരണ പ്രസംഗിക്കാൻ പോകുമായിരുന്നില്ലെങ്കിലും അപ്പൻ സാറ് ശിവഗിരിയിൽ വരുമായിരുന്നു. ശ്രീനാരായണ ഗുരു ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന പേരിൽ അപ്പൻ സാർ എഴുതിയ പുസ്തകം നമ്മുടെ ലൈബ്രറികളിലെ ഒരു മണിമുത്താണ്. മലയാളം കണ്ട ഏറ്റവും വലിയ നിരൂപകരിൽ ഒരാളാണ് അപ്പൻ. അപ്പൻ അടിസ്ഥാനപരമായി സെക്യുലറിസ്റ്റായിരുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട സ്വാമികൾ, ഞാൻ വരുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അയം ആദ്യാക്ഷരം ഓംകാര എന്നാണ് ഓംകാരത്തിൻ്റെ നിർവചനമായി മാണ്ഡൂക്യോപനിഷത്ത് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ സംസ്കൃത പ്രയോഗത്തിൽ തെറ്റുണ്ട് എങ്കിൽ ഗുരുക്കന്മാർ എന്നോട് ക്ഷമിക്കട്ടെ. ഞാൻ സംസ്കൃത വിദ്യാർത്ഥിയോ പണ്ഡിതനോ അല്ല. ഞാനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ്. ഈ ഓംകാരത്തെ നമുക്ക് മുറിച്ചാൽ അതിനെ 3 കഷണമാക്കാം. ആ, ഉ, മ.
എന്നാൽ ഇതിന് നാലാമതൊരു കഷണം കൂടി ഉണ്ട് എന്നത് നാം ചർച്ചയിൽ മാറ്റിവെക്കും. അത് തുരീയ അവസ്ഥയാണ്, അമാത്രനായിട്ടുള്ള തുരീയ അവസ്ഥ. അകാരത്തെ നാം മനസ്സിലാക്കും, ഉകാരത്തെ മനസ്സിലാക്കും, മകാരത്തെ നാം മനസ്സിലാക്കും. ജാഗരിത സ്ഥാനോ വൈശ്വാനര അകാരൻ, അത് ജാഗ്രതയിലിരിക്കുന്നവൻ അകാരൻ. സുപ്തിയിൽ മകാരൻ, നമ്മുടെ ഒക്കെ പറഞ്ഞിട്ട് അകാരത്തെ വിശേഷിപ്പിക്കും. മാത്രയില്ലാത്ത, ശരീരം ബാധകമല്ലാത്ത തുരീയ അവസ്ഥയെപ്പറ്റി ഞാൻ പഠിച്ചത് സത്യത്തിൽ മാണ്ഡൂക്യോപനിഷത്തിൽ നിന്നല്ല. അത് ലോകപ്രശസ്തനായ ന്യൂറോ സയൻറ്റിസ്റ്റ് ഡോക്ടർ കെ രാജശേഖരൻ നായർ, നമ്മുടെ ശൂരനാട് കുഞ്ഞമ്പിള്ള സാറിൻ്റെ മകൻ രാജശേഖരൻ നായർ തലച്ചോറിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ട്, ഞാൻ എൻ്റെ 70 വർഷത്തെ ജീവിതത്തിൽ ഒരുപാട് രോഗികളെ കണ്ടിട്ടുണ്ട്. ആ രോഗികൾ അനുഭവിക്കുന്ന വേദനകളുടെ സാന്ദ്രതയുടെ അങ്ങേ അറ്റത്ത് ഒരു ഡോക്ടർ ഒന്ന് സ്പർശിക്കുമ്പോൾ കൊടുക്കുന്ന ആശ്വാസത്തിൻ്റെ കണികയിലെ ഈശ്വരനെ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ 70 വയസ്സ് കഴിഞ്ഞപ്പോഴാണ്. അപ്പോഴാണ് ഭഗവാനെ തുരീയാവസ്ഥ എന്നതിൻ്റെ ഗഹനത, എന്നതിൻ്റെ ഡെപ്ത് ഇത്രമേൽ ശക്തമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതോടുകൂടി ഓംകാരത്തെക്കുറിച്ചിട്ടുള്ള എൻ്റെ പാഠം ഒരുവിധം പൂർത്തിയായി എന്ന് രാജശേഖരൻ നായർ എഴുതി വായിച്ചപ്പോൾ ഞാൻ ഓർത്തത് പണ്ട് പള്ളിയിൽ ക്ലാസ്സിലിരുന്ന് പഠിച്ച ഒരു ശ്ലോകമാണ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ. അലിഫ് ലാം മീം ആ ഉ മാ, ആദ്യാക്ഷരം ഓംകാര എന്ന് പറയണ മാണ്ഡൂക്യോപനിഷത്തിൻ്റെ സാരം അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന അസ്സലാത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഞാൻ സ്വാമിയെ നമിക്കുന്നു. ഇതെല്ലാം ഒന്നാണ്, ഇതൊന്നും തമ്മിൽ വ്യത്യാസമില്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ എത്രയോ കാലത്തെ ജീവിതം ഫിലോസോഫിക്കായിട്ട് നമ്മൾ ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ ഗുരു ശിവഗിരിയിൽ വെച്ചും ശിവഗിരിക്ക് പുറത്ത് വെച്ചും പെരിയാറിൻ്റെ കരയിൽ വെച്ചും ജഗന്നാഥൻ്റെ കരയിൽ വെച്ചും സിലോണിൽ വെച്ചും സമുദ്രതീരത്ത് വെച്ചും കോലതീരേശസ്തവത്തിൻ്റെ ഭഗവാന്റെ മുന്നിൽ വെച്ചുമൊക്കെ ലോകത്തെ പഠിപ്പിക്കാൻ ശ്രമിച്ച ആ തത്വം എല്ലാം ഒന്നു തന്നെയാണ്, സർവ മതസാരവും ഏകമാണ് എന്ന തത്വചിന്ത എത്രമേൽ വലിയ ഫിലോസഫിയാണ്. ഇതിനെ പഠിപ്പിക്കാൻ നമുക്ക് ഒരു വിജ്ഞാനശാഖ ആവശ്യമുണ്ട് എന്ന അന്വേഷണമാണ് ശ്രീനാരായണോളജി എന്ന ഒരു ചിന്തയിലേക്ക് എന്നെ എത്തിച്ചത്. ഞാൻ ആദ്യം അത് പറയുമ്പോൾ ഞങ്ങളുടെ സർവകലാശാലയിൽ നിന്ന് പോലും എനിക്കതിന് പിന്തുണ വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ സർവകലാശാല മുഴുവൻ എൻ്റെ പുറകെയുണ്ട്. നിങ്ങൾ ശ്രീനാരായണോളജി എന്നുള്ളതിനൊരു അക്കാഡമിക് വിദ്യയാക്കി വികസിപ്പിച്ചെടുക്കൂ. നമുക്കതിനെ വെച്ചിട്ട് കോഴ്സുകൾ പൂർത്തീകരിക്കാം, നമുക്ക് പുസ്തകങ്ങൾ എഴുതാം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ബഡ്ജറ്റിൽ എനിക്ക് 25 ലക്ഷം രൂപ തന്നത് വേറൊന്നുമല്ല, നീ കൊണ്ടുപോയി ചിലവാക്കിക്കോന്നല്ല. സർവകലാശാലയുടെ ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ വെച്ചിട്ട് പറഞ്ഞു, ശ്രീനാരായണോളജി എന്നതുമായി ബന്ധപ്പെട്ട് ഗുരുവിൻ്റെ ജീവചരിത്രം, ഗുരുവിൻ്റെ ഫിലോസഫി, ഗുരുവിൻ്റെ ഗ്ലോസറി, ഗുരുവിൻ്റെ ദർശനങ്ങൾ, ഗുരുവിൻ്റെ മതചിന്ത, ഗുരുവിൻ്റെ സാഹിത്യചിന്ത, ഇതൊക്കെ പരിപുഷ്ടമായി പഠിപ്പിക്കുന്ന ഒരു യൂണിവേഴ്സൽ വിജ്ഞാന മേഖലയെ ഉണ്ടാക്കിക്കൊള്ളൂ എന്ന് സർവകലാശാല പറഞ്ഞപ്പോൾ ഞാൻ അപ്പോഴും കരുതി ഇതും ഗുരുവിൻ്റെ അനുഗ്രഹം തന്നെയാണ്. ആ അനുഗ്രഹത്തിൻ്റെ ഒരു കഷ്ണമാണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്ന പ്രകൃതി ദൈവം ഗുരു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ പറഞ്ഞത് ആമുഖമായി ഞാൻ നീട്ടിപ്പറഞ്ഞതല്ല. ഞാൻ എൻ്റെ വർത്തമാനത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്ന ചില നിരീക്ഷണങ്ങളാണ് ഞാൻ ഇതിനോടകം പറഞ്ഞത്.